യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള കാർമനേച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ ദിനങ്ങളിലാണ് നാം എല്ലാവരും. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഈശോയുടെ പക്കൽ നിന്ന് നമുക്ക് ഓരോരുത്തരും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് പല ആവർത്തി ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുവാൻ കഴിയും. ചില ചോദ്യങ്ങളാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ദൈവത്തോട് പരാതിയില്ല, പരിഭവമില്ല. പക്ഷേ ചില ചോദ്യങ്ങൾ അവളെ അലട്ടിയിരുന്നു. അവൾ അത് ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. പക്ഷേ പലപ്പോഴും അവൾക്ക് ഉത്തരം ലഭിച്ചിരുന്നില്ല. പക്ഷേ അവൾ പരാതി പറഞ്ഞില്ല, പരിഭവം പറഞ്ഞില്ല. നമ്മളെല്ലാം ചോദ്യം ചോദിക്കില്ലേ? ചോദ്യം ചോദിക്കോ? എല്ലാം ചോദ്യം ചോദിക്കുക ഈശോ എടുത്ത്, ദൈവത്തിൻ്റെ അടുത്ത്. പലപ്പോഴും ചോദ്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ ജീവിതങ്ങളെ അലട്ടുന്ന പരാതികള്, പരിഭവങ്ങള്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുക. കാരണം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായത് എന്തെല്ലാമുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയാത്തത് എന്തെല്ലാമുണ്ടോ, അതെല്ലാം ചോദ്യങ്ങളായി ദൈവ തിരുമുമ്പിൽ ഉയരുന്നതിന് പകരം പലപ്പോഴും പരാതികളായി, പരിഭവങ്ങളായി നിലനിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഉയരും. പക്ഷേ പലപ്പോഴും ചില നിമിഷങ്ങളുടെ പ്രാപത്തിലെങ്കിലും നമുക്ക് അതിന് ഉത്തരം ലഭിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഉത്തരം ലഭിക്കാറുണ്ടോ? എല്ലാ പരാതിക്കും ഉത്തരം ലഭിക്കാറുണ്ടോ? പരിഭവങ്ങൾക്കും ഉത്തരം ലഭിക്കാറുണ്ടോ? ഇല്ല. ചില ചോദ്യങ്ങളും നമ്മൾ ചോദിക്കും. പക്ഷേ ദൈവ തിരുമുമ്പിൽ നിന്ന് എല്ലാത്തിനുമുള്ള ഉത്തരം ലഭിക്കാതെ വരുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും ഉത്തമമായ മാതൃക എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. കാരണം ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ അറിയിക്കുകയാണ്, നീ ദൈവ കൃപ നിറഞ്ഞവളാണ്, ദൈവത്തിന്റെ മുമ്പിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അവൾ അസ്വസ്ഥയായി, അവൾ പരിഭവിച്ചു, പക്ഷെ പരാതിയില്ല. വീണ്ടും പറയുകയാണ്, നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും. വീണ്ടും സംശയം, പരിഭവമായി, പേടിയായി. എങ്ങനെ സംഭവിക്കും? വിവാഹം കഴിക്കാതെ, പുരുഷനുമായി ഒന്നു ചേരാതെ, ഈ ലോകത്തിന്റെ ബുദ്ധിയില്, മാനുഷികമായ ബുദ്ധിയില് ഒരു സ്ത്രീക്കും ഗർഭം ധരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഉടനെ ചോദ്യമുയർത്തി. പരാതിയല്ല, പരിഭവമല്ല, കുറ്റപ്പെടുത്തലല്ല, എനിക്ക് വയ്യ എന്നുള്ളതല്ല. ചോദ്യമുയർത്തി, ഇത് എങ്ങനെ സംഭവിക്കും? ഉടനെ ഗബ്രിയേൽ ദൂതൻ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എന്തുവാണ്? ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പിന്നെ ഒരു മറുചോദ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ തന്റെ അധരം തുറക്കുന്നില്ല. പിന്നെ പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, ദൈവത്തിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഒന്നോർക്കുക, ഈ ഒരു കാര്യം വേറൊരാളിലും നമുക്ക് കാണുവാൻ കഴിയും. ആരിലാ അറിയാവോ? ആരിലാണ്? ജീവിതത്തിന്റെ പരിഭവത്തിലെ ഉത്കണ്ഠാപരമായ സിറ്റുവേഷനില് എങ്ങനെ നിൽക്കുമ്പോൾ ഈശോ ഗത്സമനിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എന്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. ഉത്തരമുണ്ടായോ? ഇല്ല. പക്ഷേ എന്റെ ഹിതമല്ല, നിന്റെ ഹിതം
പിതാവേ നിറവേറട്ടെ. വീണ്ടും കുരിശിൽ തൂങ്ങി മരിക്കുമ്പോൾ അവിടുന്ന് അലറി വിളിക്കുന്നുണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? കുരിശിന്റെ ഘോരമായ പീഡകളില് അവൻ പിടഞ്ഞു മരിക്കുമ്പോൾ അവന്റെ അവസാനത്തെ ചോദ്യം, പിതാവ് പോലും തന്റെ ഒപ്പമില്ല എന്നുള്ള ധാരണയില് പുത്രനായ ഈശോ പിതാവിന്റെ നേരെ കണ്ണുകൾ ഉയർത്തി കുരിശിൽ തൂങ്ങി വിളിക്കുകയാണ്, പിതാവേ, പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഉത്തരമില്ല. ശിരസ് കുനിക്കുന്നു, മരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ തിരുമുമ്പില് നമ്മൾ ഉയർത്തുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധ അമ്മ, നമ്മുടെ ഈശോ രണ്ടുപേരും നൽകുന്ന മാതൃക എന്ന് പറയുന്നത് സമർപ്പിക്കുക. സമർപ്പിക്കുക. ദൈവത്തിന്റെ പദ്ധതി പലപ്പോഴും നമ്മുടെ ബുദ്ധിക്ക്, ലോകത്തിന്റെ വികാരങ്ങൾക്ക്, ലോകത്തിന്റെ മനോഭാവങ്ങൾക്ക്, ലോകത്തിന്റെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? നീ സമർപ്പിക്കുക ദൈവത്തിന്റെ മുമ്പിൽ. നീ അനുഗ്രഹീതയായി തീരും. നന്മയുള്ള ദൈവകൃപ നിറഞ്ഞവരായി നമ്മൾ മാറും. പരിശുദ്ധ അമ്മ നൽകുന്ന ഒന്നാമത്തെ മാതൃക. എന്നിട്ട് സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചു കേട്ടു, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ കാനായിലെ വിവാഹ വിരുന്നിലെ ഒരു വീട്. ആ വീട്ടില് വീഞ്ഞ് തീർന്നു പോകുന്നു. പക്ഷേ യേശുവും ശിഷ്യന്മാരുമൊക്കെ അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്കാർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. പരിശുദ്ധ അമ്മ അത് മനസ്സിലാക്കിയിട്ട് വന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈശോ അടുത്താണ് വന്ന് പറയുന്നത്, മകനെ, അവർക്ക് എന്തോ കേട്ടെ, മറന്നുപോയാ? എന്ത് കേട്ടെ? അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞ് തീർന്നു പോയെന്നല്ല പറയുന്നത്, അവർക്ക് വീഞ്ഞില്ല. ഇനി അവരുടെ മുമ്പിൽ യാതൊരു സാധ്യതയുമില്ല. അവൾക്കറിയാം എവിടെ ചെല്ലണമെന്ന്, ആരോട് പറയണമെന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ 30 കൊല്ലവും ഈശോയുടെ ഒപ്പം നടന്നവളാണവൾ. ഈശോയുടെ ഒപ്പം നടന്നവളാണവൾ. നമ്മൾ എന്തുവാണ് പറയുന്നത്? നമുക്ക് ഈശോയോട് പറയാം, എന്നോടൊപ്പം നടക്കുക, എന്നോടൊപ്പം നടക്കുക. പക്ഷേ ഈശോയെ, ഞാൻ നിന്റോടൊപ്പം ഒന്ന് നടന്നോട്ടെ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നിടത്ത് ജീവിതത്തിന്റെ അസാധ്യതകളുണ്ടോ? നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത, നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളുണ്ടോ? അവിടെയെല്ലാം ദൈവകരം പിടിച്ചുകൊണ്ട്, ദൈവത്തോടൊപ്പം നടന്നുകൊണ്ട് സാധ്യതകൾ കണ്ടെത്തും. എന്നിട്ട് ഈശോ മറുപടി പറയുന്നുണ്ട്, സ്ത്രീയെ, എൻ്റെ സമയമായിട്ടില്ല, എനിക്ക് നിനക്കും എന്ത്? എന്നിട്ട് മറിയം തിരിഞ്ഞെന്ന് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. നിങ്ങളുടെ അസാധ്യതകളില്, നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമായി ദൈവം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട്, ദൈവത്തിന്റെ കൃപയിൽ വളരുവാനായിട്ട്, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ പറയുന്നത് പോലെ അവർ ചെയ്തു. അത്ഭുതം കണ്ടു. അസാധ്യതയിൽ നിന്ന് സാധ്യത തെളിഞ്ഞു. ഇല്ലായ്മയിൽ നിന്ന് അവർക്ക് വേണ്ടത് ലഭിച്ചു എന്നുള്ളതാണ്. അത് മേൽത്തരമായിരുന്നു. മാനുഷിക കരങ്ങളിൽ നിന്ന് മാറി ദൈവിക കരങ്ങളിലേക്ക് അവരുടെ സാധ്യതകൾ മാറ്റപ്പെട്ടപ്പോൾ അത് മേന്മയുള്ളതായി തീർന്നു, മേൽത്തരമായ വീഞ്ഞായി തീർന്നു. നമ്മുടെ അസാധ്യതകളുടെ ദൈവ കാര്യങ്ങൾ സാധ്യമാക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അതീതമായ നന്മകളിലേക്ക്, ഉപകരിക്കുന്ന നന്മകളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടും. അവൻ പറയുന്നത് പോലെ ചെയ്യുവാനാ പറഞ്ഞ്. ഈശോ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്തെടുക്കണം? കുരിശെടുക്കണം. കുരിശെടുത്ത് സ്വയം പരിത്യജിച്ച് എന്നെ
അനുഗമിക്കുക. കുരിശെടുക്കാൻ തയ്യാറാണോ? എടുക്കോ? ഈ അപ്പച്ചൻ തലവിലേക്ക് കുരിശ് മാറ്റണേ എന്നല്ലേ നമ്മൾ പറയുക അല്ലേ? സഹനങ്ങൾ അകറ്റിത്തരണേ, ഉത്കണ്ഠകൾ അകറ്റിത്തരണമേ, കുറ്റപ്പെടുത്തുകൾ അകറ്റിത്തരണമേ, എല്ലാവരുടെയും മേൽ നന്മകൾ പറയണമേ എന്നല്ലേ പറയുന്നത്. എന്താണ് ഈ കുരിശ്? എന്താണ് ഈ കുരിശ് അറിയാവോ? ഇതല്ല ഈ കുരിശ്. സഹനമല്ലേ? സഹനമല്ലേ? ആ തലയാട്ടി. സഹനമല്ല കുരിശ്, സഹനമല്ല കുരിശ്. സ്നേഹമാണ്, സ്നേഹമാണ്. ഈശോ സ്നേഹിച്ച പോലെ സ്നേഹിക്കാനാണ് പറയുന്നത് ഈ കുരിശെടുക്കുമ്പോൾ. ഈശോ കുരിശിൽ തൂങ്ങുന്നതുവരെ കുറ്റവാളികളുടെയും അപമാനത്തിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും പ്രതീകമായിരുന്നു കുരിശ്. പാപം ചെയ്യാത്തവൻ, പാപം തൊട്ടുതീണ്ടിയില്ലാത്തവൻ എപ്പോഴാണോ ആ കുരിശിൽ കയറിയത്, അത് സ്വയം നൽകലിന്റെ, സ്വയം എരിഞ്ഞു തീരലിന്റെ, ഒന്നും പ്രതീക്ഷിക്കാതെ ക്ഷമിച്ചുകൊണ്ട് നൽകുന്ന സ്നേഹത്തിന്റെ പ്രതീകമായി മാറി. ആ കുരിശെടുക്കാനാണ് പറയുന്നത്. ആ സ്നേഹത്തിന്റെ കുരിശെടുക്കുമ്പോൾ സ്വയം പരിത്യാഗം ആവശ്യമുണ്ട്. എന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ സ്നേഹിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല ഞാൻ ആയിരിക്കുന്നത്. സ്വയം നൽകുവാനായിട്ട്. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാവോ? എന്തുവാണ്? ക്ഷമിക്കാനുള്ള, ക്ഷമിച്ചുകൊണ്ടുള്ള സ്നേഹം. എത്ര തെറ്റുകൾ ചെയ്താലും ക്ഷമിക്കുന്നവൻ, പെറ്റമ്മയേക്കാൾ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നൽകി നൽകി ക്ഷമിച്ച് കാരുണ്യത്തിന്റെ പ്രതീകമായി നിൽക്കുന്നവൻ, സ്വയം നൽകുന്നവൻ, എരിഞ്ഞടങ്ങുന്നവൻ. അതുകൊണ്ടാണ് തന്റെ രൂപം പോലും വകവയ്ക്കാതെ ദാസന്റെ രൂപമെടുത്ത് സൃഷ്ടിയുടെ രൂപമെടുത്ത് സ്വയം ശൂന്യനായി കുരിശിൽ തൂങ്ങി അവൻ മരിക്കുന്നത്. നൽകൽ ആ സ്നേഹത്തോട് താതാത്മ്യം പ്രാപിക്കാനാണ് ഈശോ പറയുന്നത്. സ്നേഹിക്കാനാണ് ഈശോ പറയുന്നത്. സ്നേഹിക്കാൻ തയ്യാറാണോ? ആണോ? സ്നേഹത്തിന്റെ കുറിച്ച് ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനാണ് കർത്താവ് പറയുന്നത്. കുരിശെടുത്ത് സ്വയം പരിത്യജ് എന്നെ അനുഗമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പരിശുദ്ധ അമ്മയും പറഞ്ഞത്. അവന്റെ ഈ വാക്ക് കേട്ട് അവൻ പറയുന്നത് പോലെ ഓരോ ശിഷ്യനും ഈശോയിൽ വിശ്വസിക്കുന്നവന് പ്രവർത്തിച്ചാല്, അവന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത്, അവന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട്, അവന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സ്വയം എരിഞ്ഞ് നൽകുന്നതിന്റെ കുരിശിന്റെ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി നിങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ കൃപയുടെ, ദൈവ അനുഗ്രഹത്തിന്റെ അത്ഭുതം സംഭവിക്കും. അത്ഭുതം സംഭവിക്കാനാൽ സംഭവിച്ച പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, നമ്മള് ഈ പരിശുദ്ധ അമ്മയുടെ, ഫാത്തിമ മാതാവിന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തോട് ഒപ്പം നടക്കുന്ന മനുഷ്യരായി, അവിടുത്തെ യഥാർത്ഥ ശിഷ്യരായി നമുക്ക് മാറാം. മാതാവ് നമ്മളടുത്ത് പറയുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചുകൊണ്ട്, ആ കുരിശിന്റെ വലിയ സ്നേഹം ഏറ്റെടുത്തുകൊണ്ട് സ്വയം നൽകലിന്റെ നല്ല ശിഷ്യരായി മാറുവാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.